നമസ്കാരം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വികസനത്തിലുപരി രാഷ്ട്രീയം നിഴലിച്ച പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അദാനിയെ പാർട്ണർ എന്ന് വിശേഷിപ്പിച്ച തുറമുഖ മന്ത്രി VN വാസവന്റെ പരാമർശവും ആയുധമായി. ഇന്ത്യ മുന്നണിയുടെ പ്രധാന തൂണുകളിൽ ഒരാളായ കേരള മുഖ്യമന്ത്രിയും ശശി തരൂരും പങ്കെടുക്കുന്ന ഈ പരിപാടി പലരുടെയും ഉറക്കം കെടുത്തുമെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. അതും നമ്മൾ നേടി എന്ന പ്രഖ്യാപനത്തോടെ അധ്യക്ഷ പ്രസംഗം തുടങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഫലമാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞു. UDF ഭരണകാലത്തെ പൂർണ്ണമായും തമസ്കരിച്ചായിരുന്നു എല്ലാ പ്രസംഗങ്ങളും. വിഴിഞ്ഞം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നോടൊപ്പം ശ്രീ റഹീം CPM, ശ്രീ M വിൻസെന്റ് കോൺഗ്രസ്, ശ്രീ VV രാജേഷ് BJP എന്നിവർ. ആദ്യം ശ്രീ VV രാജേഷ്, വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫീഡുകളിൽ നിറയെ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്നിപ്പോ താരമായി മാറിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചാർജ് ഏറ്റെടുത്ത് ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖറിലേക്ക് കേരള സംസ്ഥാനത്തിലെ പൊതുസമൂഹത്തിൻ്റെ ചർച്ച, പ്രത്യേകിച്ചും ഇന്ന് മാതൃഭൂമി ചർച്ചയിലൊക്കെ തന്നെ ആദ്യം ആ വിഷയമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനൊക്കെ തന്നെ അത്രത്തോളം പ്രാധാന്യം വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എന്നുള്ളത് തന്നെയാണ് തിരുത്തിയത്. ഞങ്ങൾക്ക് വളരെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഒന്നും അല്ലല്ലോ. പരിപാടി തുടങ്ങുന്നതിനും ദീർഘനേരം മുമ്പ് അദ്ദേഹം സ്റ്റേജിൽ പോയി ഇരിക്കുന്നു. മന്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ പുറത്ത് സദസ്സിൽ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേരളീയർ എല്ലാവരും സരസമായി കാണുന്ന കാര്യം കൂടിയാണല്ലോ. വികസനമാണ്, വലിയ പരിപാടിയാണ്, അതൊക്കെ ഓക്കെ. അതിനപ്പുറത്ത് ഇതിനെ നമ്മൾ ഈ സിനിമാ ക്ലിപ്പിങ്ങുകളും ട്രോളുകളും മീമുകളൊക്കെ ആയിട്ട് ഇതിങ്ങനെ കൊഴുക്കാണ്. അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ BJPയുടെ അധ്യക്ഷനാവട്ടെ മറ്റേത് പാർട്ടിയുടെ അധ്യക്ഷനാവട്ടെ വളരെ സീരിയസ് ആയിട്ടാണല്ലോ പൊതുസമൂഹം ഈ സംസ്ഥാന അധ്യക്ഷന്മാരെ കാണുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു കോമഡി ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണ് അദ്ദേഹം. കാരണം അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, BJPയുടെ ഒരു പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേജിലെത്തി. പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് വന്നതിന് ശേഷം കുറച്ച് സമയമെടുത്ത് പ്രോജക്റ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ കാണാൻ വേണ്ടി പോകുമെന്ന് സ്റ്റേജിൽ തന്നെ അനൗൺസ് ചെയ്തിരുന്നല്ലോ. രാജീവ് ചന്ദ്രശേഖർജിക്ക് കൊടുത്തിരുന്ന സമയത്ത് അദ്ദേഹം സ്റ്റേജിലെത്തി. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണറൊക്കെ പങ്കെടുക്കുന്ന പരിപാടിക്ക് പോകുമ്പോഴേക്കും കുറച്ച് നേരത്തെ എത്തണം എന്ന് പ്രോട്ടോകോൾ പ്രകാരമുണ്ട്. അദ്ദേഹം കൃത്യസമയത്ത് ഒറ്റയ്ക്കാണെങ്കിലും അദ്ദേഹം അവിടെ ഇരുന്നു. മറ്റുള്ളവരെ കൂട്ടി വരാൻ അദ്ദേഹത്തിന് സാധിക്കില്ലല്ലോ. ഇപ്പോൾ ഒരു 5-6 പേര് കൂടി ആ സമയം പാലിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുമായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ ഇരുന്നു. സദസ്സിൻ്റെ പല ഭാഗത്തു നിന്നും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോഴേക്കും ഒരുപക്ഷേ 1-2 തവണ അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അല്ലാതെ ഈ 2 കാര്യങ്ങളിലും ഞാൻ ചോദിക്കട്ടെ, ഇതിനൊരു വിശാല മനസ്സോടുകൂടി കാണാതെ പ്രധാനമന്ത്രി വരേണ്ട സ്ഥലത്ത് പറഞ്ഞ സമയത്ത് അദ്ദേഹം എത്തുന്നു. സ്റ്റേജിൽ നിന്നും ഭാരതാംബയ്ക്ക് ജയ് വിളിക്കുമ്പോഴേക്കും അദ്ദേഹം 1-2 തവണ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതിന് പകരം വിമർശനാത്മകമായിട്ട് കാണുന്നതിനെ പോലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ കണ്ടാൽ പോലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തമാശയായിട്ട് അദ്ദേഹം അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യും? അതിപ്പോ വിമർശിച്ചാലേ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഒരു ഡിഗ്നിറ്ററി ലേറ്റ് ആവാൻ പാടില്ല. അദ്ദേഹം എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട്, അതായത് പ്രധാനമന്ത്രി പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇന്ന് നാളെ ഇല്ലല്ലോ. ഇത് പലരും താരതമ്യം ചെയ്യുന്നത് പണ്ട് പിണറായി വിജയൻ പങ്കെടുത്ത സദസ്സിൽ എഴുന്നേറ്റ് നിന്ന ഭീമൻ രഘുവായിട്ടൊക്കെയാണ്. BJP പ്രസിഡന്റ് കുറെ കൂടി സീരിയസ് ആവണ്ടേ? അല്ല, അതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? അതിന്റെ പ്രശ്നം എന്താ? അത് അസൂയയാണ്. ഇപ്പോൾ ഞങ്ങൾ 2 പേരുമായിട്ട് 2 MP ഇന്ത്യൻ പാർലമെന്റിൽ ചെന്നിട്ട് അവിടെ MP എണ്ണം കുറഞ്ഞ സമയത്ത് പോലും അടൽ ബിഹാരി വാജ്പേയി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ, ഞങ്ങൾ നാളെ ഒരു കാലത്ത് ഞങ്ങൾ ഭരണത്തിൽ വരും, ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരണത്തിൽ വരും, ചിലപ്പോൾ അത് കാണാൻ ഞാൻ കാണില്ല, പക്ഷേ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചില്ല. ഞങ്ങൾ 1980 മുതൽ കേരളത്തിൽ കെട്ടിവെച്ച കാശ് കിട്ടാൻ ഞങ്ങൾ എല്ലാവരും പരിഹസിച്ചില്ലേ? ഇന്നിപ്പോൾ എന്താ ഒരു അവസ്ഥ? ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെയും നരേന്ദ്രമോദിയെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ചർച്ചകൾ കേരളത്തിൽ നടത്തുന്നു. BJPക്ക് MP ആവുന്ന ഒരു ഘട്ടത്തിലെത്തി. അദ്ദേഹം ഫുള്ളി കോൺഫിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരത്തെ വന്നത്. ശരി, ശ്രീ M വിൻസെന്റ്, ഇന്നിപ്പോൾ നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം കണ്ടപ്പോൾ 3 പ്രസംഗങ്ങൾ, സ്വാഗത പ്രസംഗം, അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗങ്ങൾ, 3 പ്രസംഗങ്ങൾ കേരളം മുഴുവൻ കേൾക്കുകയുണ്ടായി. കേരളത്തെ സംബന്ധിച്ചൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. പക്ഷേ ഈ കരാറിലേക്ക് എത്തിയ അല്ലെങ്കിൽ കരാർ ഒപ്പിട്ട ഉമ്മൻചാണ്ടിയോ UDF ഭരണകാലമോ എവിടെയും പരാമർശിക്കപ്പെട്ടില്ല. നിങ്ങൾ 2 പേർ MLAയും MP യും വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും സംസാരിക്കാൻ അവസരം ഉണ്ടായില്ല. LDFന്റെ നിശ്ചയദാർഢ്യവും അതുപോലെ തന്നെ LDFന്റെ ഇച്ഛാശക്തിയും എന്ന് പിണറായി വിജയൻ ഉറക്കെ ഉദ്ഘോഷിക്കുകയും UDF കാലം സമ്പൂർണ്ണമായും തമസ്കരിക്കപ്പെടുകയും ചെയ്തോ? അക്കാര്യത്തിൽ വേദനയുണ്ടോ? തീർച്ചയായും. അതിനു മുമ്പായി ഇന്ന് നടന്നിട്ടുള്ള ഈ ഉദ്ഘാടന ചടങ്ങ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ചടങ്ങായില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒന്ന്, പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ചടങ്ങിൽ ദേശീയ ഗാനാലാപനം പോലും ഉണ്ടായിട്ടില്ല.
ദേശീയ ഗാനം ആലപിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നതാണ്. അപ്പോൾ അതുപോലും ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയെ തമസ്കരിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ ദേശീയ ഗാനം ആലപിക്കാൻ വിട്ടുപോയതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ അതൊരു വലിയ വീഴ്ചയായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. മറ്റൊരു കാര്യം, അവിടെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. മറ്റുള്ള ആർക്കും സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടില്ല. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യാമോ? ഒരു ഗവർണർ അവിടെ വന്നിരുന്നിട്ട് ഡിഫാക്റ്റോ ആണെങ്കിൽ പോലും ഭരണത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറല്ലേ. അപ്പോൾ ഒരു ഗവർണർ വന്നിരിക്കുമ്പോൾ ആ ഗവർണർ പോലും പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. അവിടെ ഞങ്ങളെ ജനപ്രതിനിധികളെ ആരെയും സംസാരിക്കാൻ അനുവദിച്ചില്ല. അതൊരു ശരിയായ കാര്യമല്ല. ഇനി സംസാരിച്ചവർ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ പോയിരുന്നു. മുഖ്യമന്ത്രിയെ നിയമസഭയിലായിരുന്നാലും പുറത്തായിരുന്നാലും CPM നേതാക്കൾ പുകഴ്ത്തുന്ന അതേ ശൈലി ഇദ്ദേഹം ഈ യോഗത്തിലും അദ്ദേഹം സ്വീകരിച്ചു. അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച് അതൊരു കരാറിലാക്കി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഉമ്മൻചാണ്ടി സാറിനെയോ ആ ഗവൺമെന്റിനെയോ കുറിച്ചൊരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയം കലർത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതായത് ഇടതുപക്ഷ മുന്നണിയുടെ മനുഷ്യച്ചങ്ങല, അവരുടെ സമരം, ഇതെല്ലാം കൊണ്ടാണ് ഇത് വന്നത്. പിന്നെ 15-ൽ ഒരു കരാർ വന്നു. അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസിങ്ങിനായിരുന്നു 15-ൽ ഒരു കരാർ വന്നു. എവിടെ നിന്നോ പൊട്ടി വീണു എന്ന രീതിയിലാണ് അദ്ദേഹം അത് വളരെ ബോധപൂർവം അദ്ദേഹം കഴിഞ്ഞ ഗവൺമെന്റിനെയോ ഉമ്മൻചാണ്ടി സാറിനെയോ തമസ്കരിക്കാനോ അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കാൻ ശ്രമിച്ചു. ഇനി പ്രധാനമന്ത്രിയാകട്ടെ, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കേരളത്തിന് അനുകൂലമായി എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല, സാധാരണയായി നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്, മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തെ നേതാക്കന്മാരും എല്ലാം കൂടി പങ്കെടുക്കുന്ന എത്രയോ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടിയിൽ പോലും അവർ പങ്കെടുക്കുന്നത് പലരെയും അലോസരപ്പെടുത്തുമെന്ന് പറഞ്ഞ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം കൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് വളരെ ശരിയായ കാര്യമായിരുന്നില്ല. ഒരു കാര്യം കൂടി, അദ്ദേഹം ഇന്ന് ഇവിടെ പ്രസംഗിച്ചപ്പോൾ പിന്നെ പഹൽഗാമിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിനെതിരെ അദ്ദേഹം ഒരു വാക്ക് പോലും അദ്ദേഹം ഇവിടെ സംസാരിച്ചിട്ടില്ല എന്നതും പ്രസക്തമാണ്. അദ്ദേഹം മാർപ്പാപ്പയെ അനുസ്മരിച്ചത് നല്ല കാര്യം, നമ്മൾ മാർപ്പാപ്പയെ അനുസ്മരിച്ചത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് ഇന്ത്യയിലെ ബിഷപ്സ് കോൺഫറൻസ് വളരെ കാലമായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായി ആ മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് ഒരു ക്ഷണമോ ഇന്ത്യയിലെത്താനുള്ള നടപടിയോ അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം വളരെയധികം മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നതാണ് ഇന്ത്യയിലേക്ക് എത്തണമെന്ന്. അത് തടയുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് മൊത്തത്തിൽ ഈ പ്രസംഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒന്നും പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതുകൂടി പരിശോധിക്കാം ഓരോ ഘട്ടത്തിൽ ഓരോരോ സമയത്തും. ശ്രീ A. റഹീം, ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതിരിക്കാനുള്ള അതീവ സൂക്ഷ്മതയും ജാഗ്രതയും മുഖ്യമന്ത്രിയും തുറമുഖ മന്ത്രിയും ഒക്കെ പുലർത്തിയതുപോലെ തോന്നി. അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇതൊരു പൊതു ചടങ്ങല്ലേ എന്ന് മാത്രമല്ല, നമുക്കറിയാം 90-കൾ മുതൽ കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ആലോചനയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം 1996-ലെ EK നായനാർ സർക്കാരിന്റെ കാര്യം പറയുന്നു. അതിനുശേഷം 2010-ൽ VS സർക്കാരിന്റെ കാലത്ത് ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയത് പറയുന്നു. പക്ഷേ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ടെൻഡർ കഴിഞ്ഞ് ഒരു പങ്കാളിയാവുകയും ഈ തുറമുഖ നിർമ്മാണത്തിന് കരാർ ഒപ്പിടുകയും ആ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ. അത് മാത്രം ഒഴിവാക്കി അങ്ങനെ തമസ്കരിച്ചാൽ ഈ പദ്ധതിയുടെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടി ഇല്ലാതാകുമോ? ഇല്ല, ഞങ്ങൾക്കിങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടിയെ പ്രത്യേകമായി ഒഴിവാക്കണം എന്ന പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യമൊന്നും ഞങ്ങൾക്കില്ല. ശ്രീ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ എന്തുകൊണ്ടാണ് ശ്രീ വിൻസെൻ്റ് അത് ശ്രദ്ധിക്കാതെ പോകുന്നത്? ശ്രീ വിൻസെൻ്റ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പഹൽഗാം പറഞ്ഞില്ല, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഈ പറഞ്ഞ കേരളത്തിന് വേണ്ടി ഒരു പ്രഖ്യാപനവും നടത്തിയില്ല എന്നെല്ലാം പറയുന്നു. വരാൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ വിട്ടേക്ക്. ആ നിൽക്കുന്ന വിഴിഞ്ഞം പ്രൊജക്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വിഹിതം ഉയർത്തുമെന്നോ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിനെ കുറിച്ചുള്ള നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യം പരിഹരിക്കുമെന്നോ പ്രധാനമന്ത്രി പറയാതിരുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ഒരു വിമർശനമേ ആകുന്നില്ല എന്ന് കാണാം. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പദ്ധതി ചെലവിന്റെ ഡിവിഡന്റിനെ കുറിച്ചാണ്, ഓരോ വിഹിതത്തെ കുറിച്ചാണ്. പറയട്ടെ, ആരൊക്കെയാണ്
ഓരോ 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 ഏജൻസിയും ഗവൺമെൻറ്റും അദാനി പോർട്ടും കേന്ദ്ര ഗവൺമെൻറ്റും എങ്ങനെയൊക്കെയാണ് അതിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. നോക്കൂ, പദ്ധതിയുടെ മൊത്തം ചിലവായ 8,80,666.80 കോടി രൂപയിൽ 5,595 കോടി രൂപ മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതായത് 63%. 28% അദാനിയുടെ വിഹിതം 2,454 കോടി രൂപ. നിങ്ങൾ നോക്കൂ, കേന്ദ്രത്തിൻ്റെത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് മാത്രമാണ് 817.80 കോടി രൂപ. ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ തന്നെ വൻകിട പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന 71 VGF-കളിലും 70കളിലും കേന്ദ്ര സർക്കാർ VGF നൽകുന്നത് ഉപാധിരഹിതമായിട്ടാണ്. എന്നാൽ ഇവിടെയോ അവർക്ക് ഇതിൻ്റെ പദ്ധതി ലാഭത്തിൻ്റെ വിഹിതം ലഭിക്കണം, മടക്കി കൊടുക്കണം എന്ന ഉപാധിയിന്മേലാണ് കേരളത്തിനോട് വിവേചനപൂർണ്ണമായി VGF പോലും നൽകുന്നത്. കേരളത്തിൻ്റെ എന്നല്ല, ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ, അത് ശ്രീ രാജേഷ് കൂടി മറുപടി പറയണം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് പറയുന്നുണ്ട്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളം ഇന്ത്യക്ക് നൽകുന്ന സംഭാവനയെക്കുറിച്ച് അദ്ദേഹം വാചാലമാകുന്നുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ ഇത്തരമൊരു തുറമുഖത്തിൻ്റെ അഭാവം കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വാർഷിക കണക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് പറയുന്നുണ്ട്. അതിപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. അതിനു കേരളം വലിയ സംഭാവന വിഴിഞ്ഞം പോർട്ടിലൂടെ രാജ്യത്തിൻ്റെ എക്കോണമിയിൽ നൽകി എന്ന് പറയുന്ന പ്രധാനമന്ത്രി അത്തരം പ്രാധാന്യമുള്ള, രാജ്യത്തിന് പ്രാധാന്യമുള്ള ഒരു പുതിയ ചുവടുവയ്പ്പിന് 1 രൂപ പോലും നൽകുന്നില്ല. അക്ഷരാർത്ഥത്തിൽ VGF പോലും ഈ നിലയിലാണ് നൽകുന്നത് എന്നത് പരിഹരിക്കപ്പെടാൻ ഒന്നും ചെയ്തില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇത് തന്നെയാണ്. ഇവിടെ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തർക്കവിതർക്കങ്ങളുടെ കാര്യമല്ല ശ്രീ അഭിലാഷ്. വിഴിഞ്ഞം കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നമായിരുന്നു. അതിനാണ് ഇന്ന് വലിയൊരു ചുവടുവെപ്പ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വരാതിരിക്കാൻ ആരൊക്കെയാണ് പരിശ്രമിച്ചത്? നമ്മൾ ആ ചർച്ചകളെല്ലാം അവസാനിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ രാജ്യങ്ങൾ, അവിടുത്തെ തുറമുഖ ലോബികൾ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടപാടുകാർ, അവരുടെയെല്ലാം വലിയ താല്പര്യമായിരുന്നു വിഴിഞ്ഞത്ത് ഇതുപോലൊരു പദ്ധതി വരരുത്. നിങ്ങൾ നോക്കൂ, അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫണ്ടിങ്ങുകൾ, ഇത്തരം നരേഷനുകൾ, ഞാനീ പറയുന്ന തരത്തിലുള്ള നരേഷനുകൾ ഇത് ആദ്യമായിട്ടല്ല ഉണ്ടായിട്ടുള്ളത്. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇത്തരം നരേഷനുകൾ നിങ്ങൾ കാണാൻ കഴിയും. യാഥാർത്ഥ്യവുമാണത്. സ്വാഭാവികമായി നമുക്ക് ആലോചിക്കാവുന്നതാണല്ലോ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള ഇത്തരം ലക്ഷ്യങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് അവിടെ ഇന്ന് തുറമുഖം യാഥാർത്ഥ്യമായെങ്കിൽ അത് ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ തുടർഭരണത്തിന്റെ ഗുണമാണ്. താങ്കൾ പറഞ്ഞ ഈ വാദം തന്നെ പരിഗണിച്ചാലും അത് ഇപ്പോഴത്തെ സർക്കാരിന്റെ മാത്രം ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണോ? ഈ തുറമുഖം വരരുത് എന്ന് ആഗ്രഹിച്ച ഒരുപാട് ശക്തികളുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. നമുക്കറിയാം, 90കൾ മുതൽ ചർച്ചയിലുള്ള വിഷയമാണ്. പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നു. VS-ന്റെ കാലത്ത് ടെൻഡർ നടപടികളിലേക്ക് പോയപ്പോൾ അതിൽ വന്ന കൺസോർഷ്യത്തിന് ചൈനീസ് ബന്ധമുണ്ട് എന്നതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഈ തുറമുഖം ഈ രൂപത്തിൽ ടെൻഡറിൽ പോയപ്പോൾ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ടെൻഡർ നൽകാൻ സ്വകാര്യ പങ്കാളികൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് ഗൗതം അദാനിയുമായി ഒരു പേഴ്സണൽ മീറ്റിംഗ് സംഘടിപ്പിച്ചു. KV തോമസ് തന്നെ ഇന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം KV തോമസിന്റെ ഡൽഹിയിലെ വസതിയിലായിരുന്നു ഈ പേഴ്സണൽ മീറ്റിംഗ്. അങ്ങനെ ഒരർത്ഥത്തിൽ ലോബി ചെയ്താണ് അദാനിയെ ഈ പോർട്ട് പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു, ഗുജറാത്തിൽ പോലും ഇത്രയും വലിയൊരു തുറമുഖം ഗൗതം അദാനി തുടങ്ങിയിട്ടില്ല എന്ന്. അപ്പോൾ ഗൗതം അദാനി വന്നതുകൊണ്ടാണല്ലോ, ഒരു സ്വകാര്യ പങ്കാളി ഉണ്ടായതുകൊണ്ടാണല്ലോ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. സംസ്ഥാന സർക്കാർ വലിയ തോതിൽ ചെലവ് ചെയ്തു, അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. 5,000 ചില്ലറ കോടി, 5,568 കോടിയിൽ 5,200 കോടി സംസ്ഥാനം മുടക്കി, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇതിന് ഏറ്റവും ക്രൂഷ്യലായ ഒരു ഘട്ടത്തിൽ നിർണായകമായ ഒരു നടപടിയെടുത്ത മുൻ മുഖ്യമന്ത്രിയെ ഒഴിവാക്കുന്നത് എന്തിനെ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഒരു കാര്യം, ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ മാത്രമായെങ്കിൽ പറയാൻ കഴിയില്ലല്ലോ. എങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ K കരുണാകരനെ ഒഴിവാക്കുന്നത് എന്ന് ചോദിക്കേണ്ടേ? അങ്ങനെ ഒരു ഇരവാദം ഇവിടെ ഉയർത്തേണ്ടതില്ല. അങ്ങ് പറഞ്ഞ വാദത്തിനോട് ഞാൻ പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ശ്രീ ഉമ്മൻചാണ്ടി അദാനി പോർട്ടുമായി കരാറിൽ ഏർപ്പെട്ടു. ഇതെന്തുകൊണ്ടാണ് അദാനി ഇത് ഏറ്റെടുത്തത്? വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞുകൂടാത്തയാളല്ല ശ്രീ അദാനി. അദാനിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കുമെന്ന് അറിഞ്ഞുകൂടാത്തയാളല്ല. അതിന്റെ സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് അവർ വന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ
സമർപ്പിക്കാൻ വരാതിരുന്നത് എന്താണ്? ആരും ബിഡുമായി വന്നില്ലല്ലോ. ഇത്രയും വലിയ പൊട്ടൻഷ്യൽ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിൽ വിവിധ തുറമുഖ കമ്പനികൾക്ക് ബിഡുമായി വരായിരുന്നല്ലോ, കോമ്പറ്റേറ്റീവ് ബിഡിംഗ് അങ്ങനെ നടത്തായിരുന്നല്ലോ. പക്ഷെ ആരും വരാത്ത ഒരു ഘട്ടം ഉണ്ടായി എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ അങ്ങയോട് ഒന്ന് പൂർത്തീകരിക്കട്ടെ, 2 മിനിറ്റ് തരണം ഇടപെടാതെ. ശരി. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളീ പറഞ്ഞ ഒടുവിൽ ശ്രീ അദാനി ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്ന സമയത്താണ് മറ്റാരും ഉണ്ടായിരുന്നില്ല, ഏകപക്ഷീയമായി അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. അതിനും അവിടെ യോഗ്യരായവർ ഉണ്ടായിരുന്നു, പക്ഷേ അവസാനം അവർ ബിഡിലേക്ക് വന്നില്ല, അവർ തയ്യാറായില്ല, അവർ എന്തുകൊണ്ടോ മാറി. ഞാൻ ആ ചർച്ചയിലേക്കും അതിൻ്റെ ദുരൂഹതയിലേക്കും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞ, ഞാനല്ല അങ്ങ് ഉപയോഗിച്ച ലോബിയിങ് എന്ന വാക്കോടെ കിടക്കട്ടെ, അതൊന്നും പരിശോധിക്കേണ്ട സമയമല്ല ഇപ്പോഴ്. ഞാൻ പറയുന്നത് അതിനു മുമ്പൊരു കാലം ഉണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കുകയും കിയാൽ മോഡൽ ഒക്കെ വേറൊരു തരം ബാങ്കിങ് കൺസോർഷ്യത്തിലൂടെ വേറൊരു മൂലധന നിക്ഷേപത്തിന് നമ്മൾ ശ്രമിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം മറ്റൊരു കമ്പനി ഏറ്റെടുക്കാൻ സന്നദ്ധമായി. പല സന്ദർഭങ്ങൾ കടന്നുപോയി. ഞാൻ അതിൻ്റെ നാൾവഴികളിലേക്കല്ല പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വിഴിഞ്ഞത്തിൻ്റെ പൊതുവായ താല്പര്യം, ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ പരമാവധി താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ച് പണ്ടൊരിക്കൽ C&AG തന്നെ കണ്ടെത്തിയ തെറ്റുകൾ കൂടി ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും പ്രധാനമായ ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അന്ന് കേന്ദ്രത്തിലും കേരളത്തിലും UPA ഗവൺമെൻറ്, BJP ഇതര ഗവൺമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അങ്ങ് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വരുന്നതിന് വേണ്ടി, അദാനി പോർട്ടിൻ്റെ വരവിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യങ്ങൾ അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അദാനിയുടെ താല്പര്യങ്ങൾ, അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ബന്ധങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാകത്തിൽ അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, UDFൻ്റെ ഗവൺമെൻറ്റുകൾ പോട്ടെ, കേരളത്തിലെ LDF ഗവൺമെൻറ്റുകൾ, കേന്ദ്രത്തിലാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ തന്നെ പിന്തുണച്ചിരുന്ന UPA ഗവൺമെൻറ്റും പിന്നീട് രണ്ടാമത് UPA 2 ഗവൺമെൻറ്റും, ഈ 2 ഗവൺമെൻറ്റേയും കാലത്ത് ഇതുപോലെ വിശാലമായൊരു താല്പര്യത്തോടെ ആ ഗവൺമെൻറ്റുകളും അതിന് നേതൃത്വം കൊടുത്തിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റും നീങ്ങിയിരുന്നുവെങ്കിൽ ഈ അങ്ങ് പറഞ്ഞതുപോലെ കരാറിൽ പങ്കെടുക്കാൻ ആരുമില്ലാത്ത ഇത്രയും പൊട്ടൻഷ്യലായൊരു പദ്ധതിക്ക് ആരും കരാറിൽ പങ്കെടുക്കാൻ വരാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇത് അവിടെ നിന്നോട്ടെ, ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഒറ്റ കാര്യം പറഞ്ഞ് മാത്രം ശ്രമിക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ വിട്ടേക്കൂ. ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇതേ വിഴിഞ്ഞത്ത്, ഇന്ന് ഉദ്ഘാടിച്ചത് വിഴിഞ്ഞത്ത് സമരത്തിന്റെ കേന്ദ്രമായിരുന്നു. മാതൃഭൂമി എത്ര ദിവസമാണ് രാത്രി ചർച്ച ചെയ്തത്? വെടിവെപ്പുണ്ടായേക്കുമോ, വിമോചന സമരം പൊട്ടിപ്പുറപ്പെട്ടേക്കുമോ, അതിൽ ആളുകൾ മരിച്ചേക്കുമോ, കേരളത്തിലെ ഗവൺമെന്റ് താഴെ വീണേക്കുമോ എന്നെല്ലാം കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അധികകാലം മുമ്പല്ല അഭിലാഷേ, കുറച്ച് നാൾ മുമ്പ്. അന്നൊക്കെ ശ്രീ വിൻസെന്റിന്റെ നിലപാടെന്തായിരുന്നു? ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടെന്തായിരുന്നു? അന്നിവരുടെ നിലപാടെന്തായിരുന്നു? ഞാൻ ഒരു കാര്യം പറയുന്നു, സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നൊരു പദമുണ്ട്. അത് ഭരണവൈഭവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പദമാണ്. ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങൾ നോക്കൂ, ഒരു തുള്ളി ചോര വീഴാതെ, ഒരു ജീവൻ പോലും അവിടെ വീഴാതെ, എന്നാൽ അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ പദ്ധതി പൂർണ്ണതയിൽ എത്തിച്ചിരിക്കുന്നു. അത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെയും ഇച്ഛാശക്തിയാണ്. തുടർഭരണമുണ്ടായതിന്റെ ഗുണമാണത് എന്ന് യാതൊരു സംശയവുമില്ല. ഇല്ലെങ്കിൽ അന്നത്തെ ആ സമരത്തിന്റെ മുമ്പിൽ ഭരണം വേണമോ, ഭരണം തുടരണമോ, വിഴിഞ്ഞം വേണമോ എന്നൊരു ചോദ്യം ഉയർന്നു വന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം വിഴിഞ്ഞം വേണം, വികസനം വേണം എന്ന് പറയുന്ന ഇച്ഛാശക്തി ഉണ്ടല്ലോ. എന്നാൽ ചോര പൊടിയാതെ ഇത് നടപ്പിലാക്കാനും കഴിഞ്ഞ ഭരണവൈദഗ്ധ്യത്തെ എന്നതിൽ കവിഞ്ഞൊരു പദം കൊണ്ട് നമുക്ക് വിശ്വസിക്കാനാകില്ല. അത് പിണറായി വിജയന്റെ LDF ഗവൺമെന്റ് വിജയമാണ് ഇത് പ്രധാനമന്ത്രി ഇവിടെ ഉദ്ഘാടനം. ശരി, ആ വിഴിഞ്ഞത്തെ കുറിച്ചുള്ള ചോദ്യത്തിന്, സമരത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ശ്രീ വിൻസെന്റ് മറുപടി. അതിനുമുമ്പ് ശ്രീ VV രാജേഷ്, നമ്മൾ ഇതിന്റെ ഗൗരവപൂർണ്ണമായ വിഷയങ്ങളിലേക്ക് വന്നാൽ, പല ഫ്ലക്സ് ബോർഡുകളും കണ്ടു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ എന്ന പേരിൽ നിങ്ങളുടെ പാർട്ടിയുടെ. നോക്കൂ, ഇവിടെ മുഖ്യമന്ത്രി ഇന്ന് ആ വേദിയിൽ അധ്യക്ഷ പ്രസംഗത്തിൽ കണക്ക് നിരത്തി സംസാരിച്ചു. ഇതുവരെ ചെലവായ തുകയുടെ 64% സംസ്ഥാന സർക്കാർ വഹിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാർ VGF ഫണ്ട് തന്നതേ ഉള്ളൂ. ഈ VGF തന്നെ തിരിച്ചടക്കേണ്ട വായ്പയാണ്. കാപ്പെക്സ് വായ്പയും ഇതുപോലെ തിരിച്ചടക്കേണ്ട, പലിശ സഹിതം തിരിച്ചടക്കേണ്ട വായ്പയാണ്. അതിനപ്പുറത്ത് മൂലധന നിക്ഷേപം ഈ തുറമുഖത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനില്ല. പക്ഷേ നോക്കൂ, കേരളം എന്ന സംസ്ഥാനം ഇന്ത്യ ചരിത്രത്തിൽ ഒരു പോർട്ട് പദ്ധതിയിൽ ഒരു സംസ്ഥാനം മുടക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ മൂലധന നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ പോർട്ടിൽ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ക്രെഡിറ്റ് എടുക്കുക എന്ന സമീപനം ഇവിടെ ശരിയാകുമോ? മലയാളികൾ കണക്കറിയുന്നവരല്ലേ? അഭിലാഷ്, 2-3 ദിവസം കൊണ്ടുള്ള ചർച്ചയിൽ, ഇപ്പോൾ ഇന്നലെ അനിൽകുമാർ പങ്കെടുത്ത ചർച്ചയിൽ തന്നെ, CPM നേതാവ് പങ്കെടുത്ത ചർച്ചയിൽ തന്നെ പറയുന്നുണ്ട്,
കേന്ദ്രം വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഒന്നും അത് തിരിച്ചടയ്ക്കണമെന്ന് റഹീം ഇപ്പോൾ 71 പോർട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. റഹീമെ, എൻ്റെ കയ്യിൽ വിഴിഞ്ഞം പോർട്ട് റവന്യൂ ഷെയറിംഗ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് കേരള സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റ ലൈൻ വായിക്കാം. ദ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എമൗണ്ടിങ് ടു 817.80 crore for the Vizhinjam International Seaport project was extended by the central government to Kerala government in the form of a loan rather than a direct grant. This decision stemmed primarily from the central government's classification of the Vizhinjam project as a public-private partnership, a model they differentiated from fully government-owned port projects such as Tuticorin, where VGF was provided as a grant. അതായത് PPP മോഡലിൽ ഇന്ത്യയിൽ തുടങ്ങുന്ന ഒരു പദ്ധതി, പ്രൈവറ്റ് പാർട്ടി ലാഭമെടുക്കുന്ന ഒരു പദ്ധതിക്ക് മറ്റുള്ള പദ്ധതികളിൽ നിന്ന്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥയിൽ തുടങ്ങുന്ന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് VGF കൊടുത്തു. ഈ VGF കൊടുക്കുന്നത് പണമാണ്. അത് ഒരു പ്രൈവറ്റ് പാർട്ടി ലാഭമുണ്ടാക്കുന്ന ഒരു സംവിധാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുമ്പോൾ അത് റീപേയ്മെൻ്റ് ഒരു ക്ലോസ് ഇല്ലെങ്കിൽ ആരെങ്കിലും കോടതിയിൽ പോയി കഴിഞ്ഞാൽ, നിർമ്മലാ സീതാരാമൻ്റെ മിനിസ്ട്രിയെയും നരേന്ദ്രമോദിയെയും പ്രതികരിച്ചുകൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് അവിടെ സ്റ്റേ ആവും. സംസാരിക്കുമ്പോൾ കോമൺ സെൻസ് വേണ്ടേ? എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പങ്കാളിയായിക്കൊണ്ട് തുടങ്ങുന്ന പോർട്ടുകൾക്കായാലും എയർപോർട്ടുകൾക്കായാലും അതിൻ്റെ ലാഭം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ്. അതുകൊണ്ട് ലീഗലി ഒരു ബാറും വരുന്നില്ല. ഞാൻ റഹീമിന് ഈ എഗ്രിമെൻ്റ് അയച്ചു തരാം. ഈ എഗ്രിമെൻറ്റ് പിന്നെ നിങ്ങൾ ചോദിച്ചെല്ലാം കൊടുത്തില്ലേ? കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ഇന്ന കാര്യം ചോദിച്ചു, അത് തന്നില്ല. നിങ്ങൾ പറഞ്ഞോ 1, 2, 3 എന്ന് പറഞ്ഞോ? നിങ്ങൾ ചോദിച്ചത്, കേരളം ചോദിച്ചത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് മാത്രമായിരുന്നു. അതിൽ ഇപ്പോൾ കേരളം ഒരു സംസ്ഥാനത്ത് ഒരു പ്രോജക്റ്റ് വരുമ്പോഴേക്കും സംസ്ഥാനം ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന പ്രോജക്റ്റ് ആകുമ്പോഴേക്കും പണം മുടക്കണം. പക്ഷേ നമുക്ക് ഞാൻ പറയട്ടെ, സംസ്ഥാന ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് പോർട്ടുകൾ, അതുപോലെ തന്നെ എയർപോർട്ടുകൾ ഉൾപ്പെടെയുള്ള ആയുധ നിർമ്മാണം ഇതുപോലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പരമാവധി സംസ്ഥാനങ്ങളോട് സമ്മർദ്ദം ചെലുത്തി നടപ്പിലാക്കുന്ന പോളിസിയുടെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അണങ്ങേണ്ടി വന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വിൻസെൻ്റ് ഉണ്ടോ, വിൻസെൻ്റ് ഉൾപ്പെടെ ഉണ്ടല്ലോ MLA, 1940 രാജഭരണകാലത്ത് തന്നെ ചർച്ച തുടങ്ങിയ വിഴിഞ്ഞം പ്രോജക്റ്റ് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതുവരെ എന്തേ നിങ്ങൾക്ക് സാധിച്ചില്ല? MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ, കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴേക്കും അന്നത്തെ UDF ഗവൺമെൻറ് കാലത്തല്ലേ ചർച്ച ചെയ്തത്? റഹീമിൻ്റെ പാർട്ടിയും വിൻസെൻറ്റിൻ്റെ പാർട്ടിയും ഒരുമിച്ച് പിന്തുണച്ച ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ 1ഉം 2ഉം ഗവൺമെൻറ്റുകൾക്ക് ഇതൊന്നും സാധിച്ചില്ല. ആ സമയത്ത് നിങ്ങൾ ദുബായ് പോർട്ടിൻ്റെയും കൊളംബോ പോർട്ടിൻ്റെയും സമ്മർദ്ദത്തിലായിരുന്നു. നിങ്ങൾക്ക് വിൽ പവറോടുകൂടി, പൊളിറ്റിക്കൽ വിൽ പവറോടുകൂടി സാങ്ഷൻ കൊടുക്കാൻ സാധിച്ചില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കടലാസ് അണങ്ങിയത്? സംസ്ഥാനം ചോദിച്ച VGF ഉൾപ്പെടെ നിങ്ങൾ ചോദിച്ച ഏതെങ്കിലും ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പണം ഒറ്റ കാര്യം, ഈ പോർട്ടുണ്ട് ഇത് ഇപ്പോ കമ്മീഷൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇതിന്റെ ട്രയൽ റൺ വേളയിൽ തന്നെ GST ആയിട്ട് എത്ര റവന്യൂ വിഹിതം കേന്ദ്ര സർക്കാരിന് കിട്ടിയെന്ന് അറിയാമോ? ഏതോ ഒരു ഗ്രാന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു സ്വകാര്യ പങ്കാളി പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഈ വിഴിഞ്ഞം പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്ന വലിയ ഘടകമുണ്ടല്ലോ. ആ ഘടകത്തെ നമുക്ക് മറന്നു പോകാൻ കഴിയില്ല. വലിയ മഹാമനസ്കത ഞങ്ങൾ കാണിച്ചതല്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ഡ്യൂട്ടിയാണ് ചെയ്തത്. ഇനി ഒരു രാജ്യത്ത് ഏതൊരു ആക്ടിവിറ്റി നടക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു വിഹിതം ആ രാജ്യത്ത് ആ നിലവിലുള്ള പഞ്ചായത്തിന് കിട്ടും, അതിൻ്റെ ഒരു വിഹിതം സംസ്ഥാനത്തിന് കിട്ടും, അതിൻ്റെ ഒരു വിഹിതം കേന്ദ്രത്തിന് കിട്ടും. അതിപ്പോൾ BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചു കഴിഞ്ഞാലും കിട്ടും. അതൊരു ഗവൺമെൻറ്റിന് കിട്ടുന്ന ഗവൺമെൻറ് അർഹമായ വിഹിതമാണ്. അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ബ്ലൂ എക്കണോമി, ആ റവല്യൂഷന് വേണ്ടി ഞങ്ങൾ സ്വീകരിച്ച പോളിസി, ഇന്ന് തന്നെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? 75% നമ്മൾ 75% ട്രാൻസ്ഷിപ്മെൻറ്റ് ഇതുവഴിയാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ കടലിലെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം, ആകാശത്തിലെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. അതിനുള്ള ടെക്നിക്കാലിറ്റീസ് എല്ലാം തന്നെ മറികടക്കണം. അതിന് ഏതെങ്കിലും സംസ്ഥാന സർക്കാർ തയ്യാറായി വരുമ്പോൾ ആ സംസ്ഥാന സർക്കാരിന് പണം അനുവദിക്കണമെങ്കിൽ പണം അനുവദിക്കണം. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പണം അനുവദിക്കണം. അതിന് മറ്റൊരു നൂലാമാലകളും തടസ്സമാകരുത് എന്നുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ് പോളിസിയാണ് വിഴിഞ്ഞം പ്രോജക്റ്റിന് ചിറക് വയ്ക്കുവാൻ ഇടയായത്. ഇനി റഹീമിനെ സമാനപ്പെടുത്തിക്കോട്ടെ. അതായത് റഹീം MP ആണല്ലോ, ഞാൻ MP ഒന്നും ആയിട്ടില്ല. റഹീമെ, കേന്ദ്ര ഗവൺമെൻറ് പണമെടുത്ത് ഒരു അദാനിയോ വേറെ ആരെങ്കിലോ പ്രൈവറ്റ് പാർട്ടി ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയിക്കോ, തിരിച്ചടയ്ക്കാനുള്ള ഒരു ക്ലോസ് ഇല്ലെങ്കിൽ റഹീമായിരിക്കും ആദ്യം സുപ്രീം കോടതി പോകുന്നത്. BGF പേരിൽ അദാനിക്ക് പണം 817 കോടി കൊടുക്കുന്നത്.
റഹീം എടുത്ത 70 റഹീം പറഞ്ഞ 70 പോർട്ടുകൾ റഹീം ആ പോർട്ടിൽ എവിടെയാ PPP? ശരി, പ്രൈവറ്റ് പാർട്ടിക്ക് എവിടെയാ ലാഭം കിട്ടുന്നത്? അത് പൊതുമേഖലാ സ്ഥാപനങ്ങളാ തൂത്തുക്കുടിയെ കൊടുത്തിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കില്ലേ ആൾക്കാരെ? ശരി, ഓക്കെ. ശ്രീ എം വിൻസെന്റ്, ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു സ്വപ്ന പദ്ധതിയായിട്ടും നിങ്ങൾ എതിര് നിന്നു എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, സ്വാഭാവികമായ കടലിന്റെ ആഴം, അന്താരാഷ്ട്ര കപ്പൽച്ചാലിനോടുള്ള ഏറ്റവും അടുത്ത സാമീപ്യം തുടങ്ങിയവ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സക്സസ് ആവാൻ സാധ്യതയുള്ള ഒരു തുറമുഖമായിരുന്നു ഏത് കാലത്തും. ഇതിപ്പോ സക്സസ്ഫുൾ ആയി, ട്രയൽ റൺ കഴിഞ്ഞു, വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു, MSC അടക്കമുള്ള വലിയ ഷിപ്പിംഗ് കമ്പനികൾ ഇങ്ങോട്ട് വരുന്നു. ഇത് വലിയ സക്സസ് ആണെന്ന് ബോധ്യം വരുമ്പോൾ ഇത് ഞങ്ങളുടെയും കുഞ്ഞാണ് എന്ന് തോന്നുന്നതാണോ? ഈ പോർട്ട് പദ്ധതി ഉപേക്ഷിക്കണം, നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലേ UDF? ഈ പദ്ധതിക്കെതിരെ വിമോചന സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് KPCC അധ്യക്ഷൻ K സുധാകരൻ. താങ്കൾ സ്ഥലം MLA എന്നുള്ള നിലയിൽ കൂടി അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്ന ആളാണ്. എന്തുമാത്രം എതിർപ്പ് കഴിഞ്ഞ ഒരു 3 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മറന്നുപോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അല്ല, മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ സംബന്ധിച്ചാണെങ്കിൽ ആ സമരം ആരംഭിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിന് മുന്നിലല്ല. ആ സമരം ആരംഭിച്ചത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ സമരം ചെയ്തത്. 1.5 മാസക്കാലം നിരന്തരമായി അവിടെ സമരം ചെയ്യുകയായിരുന്നു. ശ്രീ A റഹീം പറഞ്ഞ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് അവിടെ വച്ച് ആ സമരം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നത് ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, കാറ്റും വെളിച്ചവും കടന്നു വരാത്ത സിമന്റ് ഗോഡൌണിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ 480 കുടുംബങ്ങൾ മാസങ്ങളായി അവിടെ കിടക്കുമ്പോൾ അവർക്ക് പുനരധിവാസം വേണം. മുതലപ്പൊഴിയുള്ള വിഷയങ്ങൾ, ഇങ്ങനെ 7 വിഷയങ്ങൾ. അതിൽ 4ാമത്തെ വിഷയമാണ് തുറമുഖം നിർത്തിവെച്ച് പഠനം നടത്തണം എന്നുള്ളത്. അപ്പൊ അതിന് തുറമുഖത്തേക്ക് വന്നില്ല അവർ. 1.5 മാസം അവിടെ സമരം ചെയ്തു. ആ സമരത്തെ ഗവൺമെന്റ് നേരിട്ടത് സമരത്തിലേക്ക് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ഇടങ്ങളിൽ വെച്ച് തന്നെ അവർ വന്ന വാഹനങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ആ സമരത്തിനെ നേരിട്ടത്. ഇതൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പാണോ? ഈ സമരം ചെയ്യുന്ന ആളുകളെ വിളിച്ച് ഒരു ചർച്ച നടത്താൻ അന്ന് തയ്യാറായില്ല. അപ്പോൾ തന്നെ അവര് അവിടുത്തെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു. എനിക്ക് തോന്നുന്നു 1 മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ട് ഇന്ന തീയതി മുതൽ ഞങ്ങൾ തുറമുഖത്തിന് മുന്നിൽ സമരത്തിന് വരും എന്ന് പറഞ്ഞത്. സാധാരണ ഒരു ദിവസം പോലും തുറമുഖത്തിന്റെ പണി നിർത്തിവെക്കപ്പെടാൻ ഇടയാകാതിരിക്കണം എന്ന് ഒരു ഗവൺമെന്റിന്റെ ശുഷ്കാന്തി ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമായിരുന്നു. ഇവിടെ സമരവുമായി വന്നു. അവരുടെ വിഴിഞ്ഞം തുറമുഖം നിർത്തിവെച്ച് പഠനം നടത്തണമെന്നുള്ളൊരു വിഷയം ഒഴിച്ച് ബാക്കി 6 വിഷയങ്ങളിലും ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. ഞങ്ങൾ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ അവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു തുറമുഖം നിർത്തിവെക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പ്, അത് നിയമസഭയുടെ റെക്കോർഡിലുണ്ട്. തുറമുഖം നിർത്തിവെച്ച് പഠനം നടത്തണമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അതിന് അനുകൂലമായ അഭിപ്രായമല്ല. അത് സമരം ചെയ്യുന്നവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ 1 മാസം, 2 മാസം, 3 മാസത്തിലേറെ ഒരു സമരം നീട്ടിയതാണോ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ്? അവിടെ യഥാസമയം ഇടപെട്ടുകൊണ്ട് ഇന്നുണ്ടാക്കിയ ആ പരിഹാരം എന്തുകൊണ്ട് സമരത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വച്ച് ഈ സമരം എന്തുകൊണ്ട് പരിഹരിച്ചില്ല എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ അവസരത്തിൽ ഉന്നയിക്കാനുള്ളത്. അവിടെ അവസാനിപ്പിച്ചില്ല. അവരെ തുറമുഖത്തിലേക്ക് എത്തിച്ചത് ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു സർക്കാരും ഇതുപോലെ 3-3.5 മാസക്കാലം ഇരിക്കില്ല. 2, ശ്രീ VV രാജേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് കേന്ദ്രത്തിന്റെ 2014 അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ തുറമുഖം യാഥാർത്ഥ്യമായെന്ന്. യഥാർത്ഥത്തിൽ 2011 അധികാരത്തിൽ വരുന്ന ഉമ്മൻചാണ്ടി സർക്കാരാണ് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനിലെ മുണ്ടേക് സിംഗ് അലുവാലിയയുടെ സഹായത്തോടു കൂടി നടത്തിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതാണ് പാരിസ്ഥിതിക അനുമതിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പാരിസ്ഥിതിക ആഘാത പഠനം 2 വർഷം നീണ്ടു നിൽക്കുന്ന 4 കാലാവസ്ഥകൾ പഠിച്ചുകൊണ്ടാണ് പഠനം നടത്തേണ്ടത്. അങ്ങനെ പഠനം നടത്തി മുന്നോട്ട് പോയപ്പോഴാണ് ഈ റഹീം പറഞ്ഞ അന്താരാഷ്ട്ര ലോബികൾ അവിടുത്തെ ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രീൻ ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തു. ചെന്നൈയിലും ഡൽഹിയിലും ഗ്രീൻ ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തു. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അപ്പൊ അന്നത്തെ ഗവൺമെന്റ് ആ കേസുകളെല്ലാം സൂക്ഷ്മമായി കേസുകൾ നേരിട്ട് ആ കേസുകളിലെല്ലാം അനുകൂലമായ വിധി ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ടു. ആ UPA ഗവൺമെന്റ് കാലത്ത് തന്നെ ടെക്നിക്കൽ സാങ്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സാങ്ഷനും വാങ്ങി നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് പരിസ്ഥിതി അനുമതി നമുക്ക് ലഭിച്ചത്. അപ്പൊ അത് തുടർ പ്രോസസ്സാണ്, അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം. കാരണം ഇതിനു മുമ്പ് പല ഗവൺമെന്റുകളും ടെൻഡർ വിളിക്കുകയും, അല്ല ഞാൻ പറഞ്ഞു തരട്ടെ, ടെൻഡർ വിളിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു എങ്കിൽ പോലും
അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പഠനവും അവരാരും നടത്തിയിട്ടില്ല. അവരാരും ഒരു പരിസ്ഥിതി പഠനമോ സാമൂഹ്യ ആഘാത പഠനമോ മറ്റൊരു പഠനവും അങ്ങനെ കൃത്യമായി നടത്തിയിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൃത്യമായി നടത്തി ഈ UPA ഗവൺമെന്റ് സെക്യൂരിറ്റി ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള ക്ലിയറൻസ് ആ ഗവൺമെന്റ് നൽകി. ഇപ്പോൾ രണ്ടാമത് വന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് പരിസ്ഥിതി അനുമതിയും നൽകി. അങ്ങനെയാണ് ഇത് ഫ്രൂട്ട്ഫുൾ ആയിട്ടത്. അതൊരു ഗവൺമെന്റ്, കേരളത്തിന്റെ ഗവൺമെന്റ് വളരെ കോൺക്രീറ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പേരിൽ എന്ത് വഴി കേട്ടാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ നടപ്പിലാക്കുമെന്ന ആ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇടപെടലുകളാണ് ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ഇത് തുടങ്ങുക മാത്രമല്ല, ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞല്ലോ ഇത്ര രൂപ ചെലവാക്കിയെന്ന്. അതിലൊരു നല്ല ശതമാനം അന്ന് 250 ഏക്കർ ഭൂമി, അതായത് ഈ തുറമുഖത്തിന് ആവശ്യമായ 90% ഭൂമി ഏറ്റെടുത്തതിന് അന്നത്തെ ഗവൺമെന്റ് തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ 6 മാസത്തിലേറെ മുന്നോട്ട് കൊണ്ടുപോയി. ഈ എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്തു. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്ന പരാതി എന്താണ്? അതുകൂടി ഒന്ന് അഭിലാഷ് കേൾക്കണം. ഞങ്ങൾ പറയുന്ന പരാതി, ഈ തുറമുഖത്തിന്റെ കരാറിൽ 2 ഭാഗങ്ങളാണ്. ഒന്ന്, കരാർ കമ്പനി ചെയ്യേണ്ട കാര്യം അത് തുറമുഖ നിർമ്മാണം. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യം റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി, അവിടുത്തെ ഫിഷിംഗ് ഹാർബർ, അതുപോലെ സീ ഫുഡ് പാർക്ക്. ഇത് 4 പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 6 ലക്ഷം കണ്ടെയ്നറുകൾ ആ തുറമുഖത്ത് വന്നിട്ട് ഒരു കണ്ടെയ്നർ പോലും ആ ഗേറ്റ് കടന്നു വരാത്തതിന്റെ കാരണം ഈ ഗവൺമെന്റ് 9 വർഷമായി 6 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടുന്ന റെയിൽ കണക്ടിവിറ്റിയും 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട റോഡ് കണക്ടിവിറ്റിയും 9 വർഷമായിട്ടും പൂർത്തീകരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഗേറ്റ് വേ ട്രാഫിക് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ സ്റ്റേറ്റിൽ ഞാൻ അതിലേക്ക് വിശദമായി വരാം. ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ എനിക്കൊരു ഇപ്പോൾ ഇടവേള എടുക്കണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ എ റഹീം, ഈ ഔട്ടർ റിംഗ് റോഡ്, അതുപോലെ തന്നെ റെയിൽ കണക്ടിവിറ്റി തുടങ്ങിയ വിഷയങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ വരുന്നില്ല, അടുത്ത റൗണ്ടിൽ വരാം. പക്ഷേ ഇപ്പോൾ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന തൂണുകളിൽ ഒരാളായ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ശശി തരൂരും ഇവിടെ ഉണ്ട്. ഈ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തും എന്ന്. ഈ ചടങ്ങ് ആരുടെ ഉറക്കം കെടുത്താനാണ്? എനിക്ക് മനസ്സിലായില്ല. സന്ദേശം എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇപ്പൊ ഇന്ത്യ മുന്നണിയും ഈ ചടങ്ങും തമ്മിൽ എന്താണ് ബന്ധം? അല്ല, ഇതിനകത്തൊരു കാര്യം, വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാകുമെന്ന് കരുതുകയാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ പാടില്ല. അത് CPIM-ൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പൊതു നിലപാടാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിലൊന്നും ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിട്ടു നിൽക്കേണ്ടതില്ല. ഞാൻ ഓർമ്മിക്കുകയാണ്, വിയോജിപ്പുകൾ ഉണ്ടായപ്പോഴും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ പോയി പങ്കെടുത്തു. അതാണ് ചരിത്രം. ഞങ്ങളങ്ങനെ വിട്ടു നിൽക്കില്ല. വ്യത്യസ്തമായ അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിൽ അത് പറയും. ഇതാണ് അതിന്റെ കാര്യം. ഇന്നത്തെ വേദിയിൽ ഞാൻ ഒരു കാര്യം, കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി, അത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആ വിഷയം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഗൗതം അദാനിയും നരേന്ദ്രമോദിയും ഭായ് ആണ്. ക്രോണി ക്യാപിറ്റലിസമാണ് ഈ രാജ്യത്ത്. അപ്പോൾ ഇവർ പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് UPA മാത്രമല്ല ഇന്ത്യ മുന്നണി ആകെ ഉന്നയിക്കുന്ന ആരോപണമാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അതിന്റെ മുന്നണി പോരാളിയാണ്. അപ്പോൾ ക്രോണി ക്യാപിറ്റലിസമാണ്. ഗൗതം അദാനി നരേന്ദ്രമോദി പാർട്ട്ണർഷിപ്പാണ്. ഇവർ പരസ്പരം അതുകൊണ്ട് നേട്ടമുണ്ടാക്കുകയാണ് എന്ന ഇന്ത്യ മുന്നണിയുടെ ആരോപണങ്ങളെയല്ലേ പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചിട്ടുള്ളത്? അത് പലരുടെയും ഉറക്കം കെടുത്തുന്നു പറയുമ്പോൾ നിങ്ങൾ ഇടതുപക്ഷം അടക്കം എന്നെക്കുറിച്ചും ഈ അദാനിയെക്കുറിച്ചും പറഞ്ഞതെല്ലാം തെറ്റാണെന്നതാ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ തെളിയിക്കുകയാണെന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? ഇല്ല, അങ്ങനെയല്ല. അതിപ്പോൾ ആ ആരോപണം ഇപ്പോഴും ഞാൻ ഉന്നയിച്ചല്ലോ. ഇതല്ല, ഇതിനു മുമ്പ് ചർച്ച ചെയ്തപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? മോദി ഗവൺമെൻറ്റിൽ നിന്ന് അദാനിക്ക് ചില പ്രത്യേക സഹായങ്ങൾ ലഭിക്കാറുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അത് ഞാൻ ഈ ചർച്ചയിൽ തന്നെ ഞാൻ ഉന്നയിച്ചല്ലോ. അത് ഞാൻ ഉന്നയിക്കുകയാണ്. പ്രശ്നം എന്താണ്? ഞാൻ പറഞ്ഞു വരുന്നതല്ല. ഞാൻ അദ്ദേഹം ഇപ്പോൾ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നില്ല താങ്കൾ ഈ ഉദ്ധരിച്ച കാര്യം പ്രധാനമന്ത്രി പറഞ്ഞത്. ഞാനും താങ്കളും എല്ലാം ഊഹിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഊഹാണ് ഞാൻ പറയുന്നത്. പ്രശ്നം എന്താണ്? അവിടെ കേരളത്തിൻ്റെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായതാരാണ്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. എന്തുകൊണ്ട് വരാതിരുന്നു? ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട സെക്രട്ടറിയാണ്, MLA ആണ്, മുൻ മന്ത്രിയാണ് MP ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹം എന്തുകൊണ്ട് വന്ന് ആ മുൻ വേദിയിലിരുന്നു, ഫ്രണ്ടിലിരുന്നു? അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇതിന് പണം കൊടുക്കുന്ന പ്രധാനപ്പെട്ട മന്ത്രിയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ. ഞങ്ങളുടെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ്, പ്രധാന നേതാവാണ്. അദ്ദേഹം വന്ന് മുമ്പിലിരുന്നു.
PWD മിനിസ്റ്റർ ഇപ്പോൾ റോഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ശ്രീ PM മുഹമ്മദ് റിയാസ് ടൂറിസവുമായി അവിടെയുണ്ട്. മുൻ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ വേദിയിലുണ്ട്, താഴെ ഇരിക്കുകയാണ്. ഒട്ടേറെ പേർ, ഞാൻ ഇനിയും പേരെടുത്ത് പറയുന്നില്ല, മന്ത്രിമാർ താഴെ ഇരിക്കുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്നു. എന്റെ പ്രതിപക്ഷ നേതാവ് വന്ന് ഈ വലിയ ആഹ്ലാദകരമായ ചരിത്രപരമായ ഈ നിമിഷത്തിൻ്റെ ഭാഗമാകാതിരുന്നത് അത് ശരിയാണോ? ഔചിത്യമാണോ? ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ വന്നിരുന്ന അനൗചിത്യം പോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അസാന്നിധ്യവും അനൗചിത്യമാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2 തവണയാണ് ഈ കാലയളവിൽ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ, അതിനു മുമ്പും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. ഞാൻ പറയുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെയും അവിടുത്തെയും ഗവൺമെൻറ് എന്ത് നിലയിലാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് ശ്രമകരമായ ഒരു പ്രൊജക്റ്റ് എടുത്തത്, പദ്ധതി എടുത്തത്? അങ്ങനെ വന്നില്ല. ഇവിടെ വന്നപ്പോഴേക്കും അദാനിയുണ്ട്, അദാനിയുടെ താല്പര്യം അവിടെ വരുന്നു, അവിടെ ആ ബന്ധമുണ്ടാകുന്നു. അതൊരു വശം നിൽക്കട്ടെ, എൻ്റെ ചോദ്യം അതല്ല. അതുകൊണ്ട് ഞാൻ വിൻസെന്റിൻ്റെ വാദത്തിനെതിരെയാണ് ഞാൻ പറയുന്നത്. വിൻസെന്റ് പറയുന്നത് അവരാണിതെല്ലാം ചെയ്തതെന്നാണ്. അങ്ങനെ അല്ല. എങ്കിൽ നിങ്ങളുടെ നല്ല കാലം ഉണ്ടായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. കേരളത്തിലും ഉണ്ടായിരുന്നു, കേന്ദ്രത്തിലും ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഇവിടെ ഭരിക്കുമ്പോഴും കേന്ദ്രത്തിൽ നിങ്ങളത് ചെയ്തില്ല. ഇനി അടുത്ത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചത് ആരൊക്കെയാ ശ്രീ വിൻസെന്റ്? രാഷ്ട്രീയ കാര്യസമിതി വിളിച്ചു ചേർക്കണം, CAG റിപ്പോർട്ട് ചർച്ച ചെയ്യണം. കത്ത് കൊടുത്ത നേതാവിൻ്റെ പേര് ശ്രീ VD സതീശൻ, അന്ന് MLA, ഇന്ന് പ്രതിപക്ഷ നേതാവ്. AICCയുടെ പോലും നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് ഇതാ ഞങ്ങൾ ആരും അറിയാതെ ശബരിനാഥൻ്റെ തിരഞ്ഞെടുപ്പിലെ നോമിനേഷൻ കൊടുത്ത് കളക്ടറേറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഉൾപ്പെടെ അറിഞ്ഞത് ഇവിടെ ഈ വിഴിഞ്ഞം കരാറിൽപ്പെട്ടിരിക്കുന്നു. ഇത് തെറ്റാണ്, ഇതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട്, സംസ്ഥാന താല്പര്യത്തിനെതിരാണ്, ഇത് പരിശോധിക്കണം. സ്റ്റേറ്റ്മെന്റ് ബൈ ശ്രീ VM സുധീരൻ. ഒരാളും കത്തെഴുതി തന്നില്ലെങ്കിലും ഇതൊക്കെ പരിശോധിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് അന്നത്തെ KPCC അധ്യക്ഷന്റെ ചുമതലയുള്ള ശ്രീ MM ഹസൻ. ഞങ്ങൾ ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അല്ല ശ്രീ റഹീം, ഇത് ഞങ്ങൾ മാത്രം ഉന്നയിച്ച രാഷ്ട്രീയ കാര്യമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് കോൺഗ്രസിലെ ഈ പറഞ്ഞ നേതാക്കളൊക്കെ വാളെടുത്തു. കടൽ കൊള്ള എന്നുള്ളതായിരുന്നു ദേശാഭിമാനിയുടെ ബാനർ ഹെഡിങ്, അങ്ങ് മറന്നിട്ടില്ലല്ലോ. അത് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ CAGയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഈ കരാറുണ്ടായ ഘട്ടത്തിൽ തന്നെ ഞങ്ങളത് പറഞ്ഞു. എന്തുകൊണ്ടാണ്? സംസ്ഥാനത്തിൻ്റെ വിശാലമായ താല്പര്യത്തിന് ഇതെതിരാണ്. ശ്രീ നോക്കൂ അഭിലാഷ്, 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത്. അതിനു മുമ്പ് പാർട്ടി നേതാവായിരിക്കെ അദ്ദേഹം നയിച്ച ജാഥ, തെരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യം വെച്ച്, ആ ജാഥയുടെ അവസാന ദിവസങ്ങളിൽ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, താങ്കൾ മുഖ്യമന്ത്രിയാവുകയോ LDF അധികാരത്തിൽ വരികയോ ചെയ്താൽ നിങ്ങൾ കടൽ കൊള്ള എന്ന് വിശേഷിപ്പിച്ച സംസ്ഥാനത്തിൻ്റെ വിശാല താല്പര്യം സംരക്ഷിച്ചില്ല എന്ന് നിങ്ങൾ ആക്ഷേപമുന്നയിക്കുന്ന വിഴിഞ്ഞം കരാറും പദ്ധതിയുമായി മുൻപോട്ട് പോകുമോ? ഇത് അന്ന് ചോദിച്ചു. ഏത്? നമ്മൾ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ്. അന്ന് സഖാവ് പിണറായി വിജയൻ പറയുന്നുണ്ട്, ഞങ്ങൾ പദ്ധതിയുമായി മുൻപോട്ട് പോകും. അത് വിശാല താല്പര്യത്തിനെതിരാണ്, സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചിട്ടില്ല എന്നതൊക്കെ ശരിയാണെങ്കിൽ കൂടിയും ഒരു ഗവൺമെൻറ്, പിന്നെ വരുന്നൊരു ഗവൺമെൻറ് ഇങ്ങനെ ഒരു വലിയ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോയാൽ സംസ്ഥാനത്തിൻ്റെ പൊതു കാഴ്ചപ്പാട് മാറും. അതായത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മാറും. സംസ്ഥാനത്തിന് ഇനിയും ഇതുപോലുള്ള വലിയ പദ്ധതികൾ വരാതിരിക്കും. അതുകൊണ്ട് വിമർശനങ്ങൾ ഉള്ളപ്പോഴും ആക്ഷേപമുള്ളപ്പോഴും ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാലും സംസ്ഥാന പുരോഗതി ലക്ഷ്യം വെച്ച് ഞങ്ങളതുമായി മുൻപോട്ട് പോകും. ഞങ്ങൾ വന്നിട്ട് എന്താ ചെയ്തേ? അവരുമായിട്ട് മറ്റൊരു സപ്ലിമെന്ററി കരാർ ഉണ്ടാക്കി. ആദ്യത്തെ കരാറിൽ 40കളിലാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുകയെങ്കിൽ ഞങ്ങളിത് 2028 സപ്ലിമെന്ററി കരാർ പ്രകാരം പൂർത്തീകരിക്കുമെന്ന് നില വന്നു. ഇന്ന് മുഖ്യമന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തി അതിനു മുന്നമേ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധം കാര്യങ്ങൾ പോകുന്നു. അതിനുള്ളിൽ നിന്നുകൊണ്ട്, ആദ്യത്തെ മദർ കരാറിൽ ഉള്ളിൽ നിന്നുകൊണ്ട്, പ്രാഥമിക കരാറിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുകയും, എന്നാൽ കരാർ മുഴുവൻ ഞങ്ങളുടെ വിമർശനങ്ങളുള്ള ഒരൊറ്റ കാരണത്താൽ എതിർപ്പുള്ള കരാർ ഉപേക്ഷിച്ച് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമല്ല, സംസ്ഥാനത്തിന്റെ വികസന താല്പര്യമാണ് വേണ്ടത് എന്ന വിശാല താല്പര്യം രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കുകയാണ് സഖാവ് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യം. അതാണ് CPMന്റെ വാദം. ഇവിടെ ശ്രീ VV രാജേഷ്, ഒരു വികസന പദ്ധതി നാടിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാനമന്ത്രിയെ കാത്തിരുന്നാണ് ഈ ഡേറ്റ് പോലും തീരുമാനിച്ചത്. അവിടെ BJP അധ്യക്ഷൻ വേദിയിൽ ഉണ്ടാവുന്നു, നിങ്ങളുടെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഉള്ളപ്പോൾ തന്നെ എന്ന ഒരു അനൗചിത്യം. അതിനപ്പുറത്ത് ഇന്ന് പ്രധാനമന്ത്രി വികസന കാര്യങ്ങൾ പ്രസംഗിക്കുകയും കൂടുതലായി കേരളത്തിനോ അല്ലെങ്കിൽ ഈ പദ്ധതിക്കോ എന്തെങ്കിലും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ഒരു പതിവ്. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് വികസന വേദിയിൽ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചൊരു രാഷ്ട്രീയ പ്രസംഗം നടത്തുക? ഈ വേദിയിൽ ഈ ഇരിക്കുന്ന ആളുകളെ കണ്ട്
ആരുടെ ഉറക്കമാണ് കെടേണ്ടത്? ആർക്കാണ് ഇത് സന്ദേശം കൊടുക്കേണ്ടത്? വികസനത്തിന് സന്ദേശമല്ലാതെ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് ഇതുപോലത്തെ ഒരു ചടങ്ങ് കൊടുക്കുക, രാജേഷ്? അപ്പോൾ ഉറക്കം കിടന്നത് രാഹുൽ ഗാന്ധിക്കാണെന്ന് മനസ്സിലായല്ലേ? അല്ല, അതിന്റെ വ്യംഗ്യം അങ്ങനെയാണല്ലോ. അല്ല, അങ്ങനെ മനസ്സിലായല്ലോ. ഇവിടെ ഒന്ന്, ഈ നിങ്ങൾ തുടക്കം പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിലുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയുടെ ഗസ്റ്റാണ്. പ്രധാനമന്ത്രിയുടെ ഗസ്റ്റായി PMOയിൽ നിന്നും ഡയറക്റ്റ് ചെയ്തതനുസരിച്ചിട്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം ഒരു വിജയിച്ച ടെക്നോളജിസ്റ്റാണ്, ബിസിനസ് സംരംഭകനാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചില ഉദ്ദേശങ്ങളോട്, ചില ലക്ഷ്യങ്ങളോട് കേരളത്തിന് ഗുണകരമായ രീതിയിലാണ് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ആ എടുത്ത തീരുമാനം തന്നെയാണ് ഇനിയും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ PMOയിൽ നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമാണത്. ഇനിയും നിങ്ങളത് പരാമർശിച്ചാൽ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റൊന്ന്, ഇപ്പോൾ താങ്കൾ ചോദിച്ചത് പ്രധാനമന്ത്രി പറഞ്ഞാൽ എന്താ തെറ്റ്? ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ പുറകോട്ടടിക്കുവാനുള്ള മുദ്രാവാക്യങ്ങൾ മാത്രം മുഴക്കുന്ന മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂണായിട്ടുള്ള LDF CPM, അതിൻ്റെ പ്രതിയായിട്ടുള്ള മുഖ്യമന്ത്രി ഇവിടെ അപ്പോൾ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ആഹ്വാനമനുസരിച്ചുകൊണ്ട് ഒരുമിച്ച് ചേരുന്നത്, നേരത്തെ വാസവൻ മന്ത്രിയുടെ സ്വാഗത പ്രസംഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞ അദാനിയുമായിട്ട് പാർട്ണർഷിപ്പാണ്, അദാനി ഞങ്ങളുടെ പാർട്ണറാണ് എന്ന് പറഞ്ഞ ആ സ്ലോഗൻ ഉൾപ്പെടെ പ്രധാനമന്ത്രി അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള സ്ലോഗൻസ് അദ്ദേഹം പറയും. അതിന് അദ്ദേഹത്തിന് എവിടെയും പറയാം. അത് കൃത്യമായിട്ട് ഇന്ന് കേരളം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഡിഫറൻസ് ഒപ്പീനിയൻ പൊളിറ്റിക്കലി ഞങ്ങളുമായിട്ടുണ്ടാകാം, പക്ഷേ വികസന കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പിണറായി വിജയൻ്റെ നിവേദനം. പിണറായി വിജയൻ CPM ആണ്, ഞങ്ങളെ ആശയപരമായി എതിർക്കുന്ന നേതാവാണ്. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡിനെ ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ഞാൻ റഹീമിൻ്റെ ആ വാദത്തോട് യോജിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള നിലപാട് കുറേ നേരത്തെ, കാര്യം കുറച്ച് താമസിച്ചേ ബുദ്ധി ഉദിക്കൂ എന്നുള്ളത് ശരിയായതുകൊണ്ട് തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ നേരത്തെ തോന്നിയിരുന്നെങ്കിൽ നമ്മുടെ കേരളം ഒരുപാട് മെച്ചപ്പെട്ടേനെ. ഇനി വിൻസെൻ്റ് MLA പറഞ്ഞ ഒരു വാദഗതിയോട് ഞാൻ യോജിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം അതിനെ തുടങ്ങി വെച്ചു. ഞാനത് പറയാൻ ആഗ്രഹിച്ചു തന്നെയാണ്, തുടങ്ങി വെച്ചു. റഹീം ആദ്യം തന്നെ ഞങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ, എൻ്റെ റഹീമേ, സംസ്ഥാന സർക്കാരിൻ്റെ നികുതി പണം എടുത്തിട്ട് 1940 മുതൽ ചർച്ചയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ്, രാജഭരണകാലത്ത് ചർച്ചയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ്, ബഹുമാനപ്പെട്ട EMS, EK നായനാർ, VS അച്യുതമേനോൻ ഉൾപ്പെടെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ കേരളം ഭരിച്ചിട്ടുണ്ടല്ലോ. അന്നൊന്നും നടപ്പിലാക്കാത്ത ഒരു പ്രോജക്റ്റ് ഇപ്പോൾ അത് നടപ്പിലാക്കുന്നു എന്നുള്ളത് ശരിയെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു റഹീമേ. കേന്ദ്ര ഗവൺമെൻറ് സഹായം കൊണ്ട്, അദാനിയുടെ എഫിഷ്യൻസി കൊണ്ട് പോർട്ട് പൂർത്തിയായി. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട മിനിമം കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ വിൻസെൻ്റ് MLA പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. പക്ഷേ ഞാൻ യോജിക്കുന്നു, ഒരു കണ്ടെയ്നറെങ്കിലും റോഡിൽ ഇറങ്ങണമെങ്കിൽ ഇനി എത്ര വർഷം കഴിയണം? കടലിൽ നിന്നും കണ്ടെയ്നർ വരുന്നു, ചെറിയ കപ്പൽ കടലിലൂടെ അടുത്ത പോർട്ടിലേക്ക് പോകുന്നു. പക്ഷേ ശ്രീ രാജേഷ്, ഈ പോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിസൈൻ തന്നെ വലിയ മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയും. ഇന്ത്യയിലെ മറ്റു പോർട്ടുകളിലേക്ക് കപ്പലുകൾ അതായത് ഈ റോഡ് വഴിയോ റെയിൽ വഴിയോ മാത്രമേ കണ്ടെയ്നർ നീക്കം നടക്കൂ എന്ന് വിചാരിക്കരുത്. കടൽ വഴിയുള്ള കണ്ടെയ്നർ നീക്കമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ്. അഭിലാഷിന്റെ ആ ചോദ്യത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാൻ വന്നത് ആ ഭാഗം മാത്രമല്ല. ട്രാൻസ്പോർട്ട് പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ നാട്ടിലുള്ള സംസ്ഥാന സർക്കാരിന് നികുതി കിട്ടും. കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ഇനി എത്ര വർഷം കാത്തിരിക്കണം? അവിടെയായിരുന്നു നിങ്ങളുടെ എഫിഷ്യൻസി പ്രൂവ് ചെയ്യേണ്ടത്. റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ ചെയ്തില്ല. ഇവിടെ 180 കമ്പനികൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് വരാൻ തയ്യാറായി നിൽക്കുക. നിരവധി കമ്പനികൾ തൂത്തുക്കുടിയിൽ നിന്ന് വരാൻ തയ്യാറായി നിൽക്കുക. റഹീമേ, ഞാൻ LDFനോട് ചോദിക്കുന്നു, ഒരു വെയർ ഹൗസെങ്കിലും വിഴിഞ്ഞം പോർട്ട് വന്നതിൻ്റെ പേരിൽ ഒരു വെയർ ഹൗസെങ്കിലും വിഴിഞ്ഞത്ത് തുടങ്ങിയിട്ടുണ്ടോ? ഇവിടെ ഈ ചർച്ച കേൾക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരായ ജനങ്ങൾ വിഴിഞ്ഞം തുറമുഖം വരുന്നത് കൊണ്ട് ഞങ്ങളുടെ നിത്യജീവിതത്തിൽ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാകാൻ ധരിക്കണമെങ്കിൽ നമ്മൾ ഇനിയും കാത്തിരിക്കണം. 2015 പണി തുടങ്ങിയിട്ട് 1.5 കിലോമീറ്റർ ഹൈവേയിലേക്ക് കടക്കുവാനുള്ള റോഡ് പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ റോഡ് റെയിൽ കണക്ടിവിറ്റി പക്കയാക്കിയിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ട്രക്കുകൾ ഇതുവഴി വരുമായിരുന്നു. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഡീസൽ അടിക്കണം, സ്പെയർ പാർട്സ് വേണം, വർക്ക്ഷോപ്പ് വേണം, വർക്ക്ഷോപ്പ് വേണം, ആശുപത്രികൾ വേണം, ഡ്രസ്സ് വാങ്ങണം, ഇങ്ങനെയുള്ള 10,000കണക്കിന് ജോലികളും ബിസിനസ്സുകളും ഡെവലപ്പ് ചെയ്യുമായിരുന്നു. പണം നമ്മുടെ എക്കണോമിയിലേക്ക് ഒഴുകിയിറങ്ങിയനെ. അങ്ങനെ വിഴിഞ്ഞത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെട്ടാണ്. ഇപ്പോൾ എന്താ ചെയ്യുന്നത്?
ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോവുകയാ, ഈ കണ്ടെയ്നറുകളിലൊക്കെ തന്നെ ചെന്നൈയിലേക്ക് പോവുകയാ. അവിടെയാണ് വ്യവസായങ്ങളും സംരംഭങ്ങളും തുടങ്ങാൻ പോകുന്നത്. ആ ഭാഗമായിരുന്നു നിങ്ങൾ പെർഫോം ചെയ്യേണ്ടിരുന്നത്. ആ ഭാഗം പെർഫോം ചെയ്യുന്നതിൽ LDF സർക്കാർ വമ്പൻ പരാജയമാണ്. ശരി, ഞാൻ അത് റഹീമിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ എം വിൻസെന്റ് നോക്കൂ, ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വിഴിഞ്ഞമാണ് ഈ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഗോ വരുന്ന ടെർമിനലായി മാറിയിരിക്കുന്നത്. 1 ലക്ഷം TU കൈകാര്യം ചെയ്യുന്നുണ്ട്. റോഡ് മാർഗം മാത്രമല്ല, കടലിൽ കൂടി തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും. നമുക്കറിയാം വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകളൊക്കെ, ഞാൻ ഒന്നുകൂടി വിശദീകരിക്കേണ്ടതില്ല. ശരിയാണ്, കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി വരേണ്ടതാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ കണക്ടിവിറ്റി വരാത്തത് കൊണ്ട് ഇത് അമ്പേ പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നതിൽ വസ്തുതയിലെ കണക്കുകൾ നമ്മുടെ മുമ്പിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇത് നിങ്ങൾക്ക് കൂടി ക്രെഡിറ്റ് എടുക്കാവുന്ന പദ്ധതിയാണ് എന്ന ബോധ്യത്തിൽ രണ്ടിന് ഞാൻ മറുപടി പറയാം അഭിലാഷ്, ഇടയ്ക്ക് ഇടപെടാതിരുന്നാൽ മതി. ഒന്ന്, ഇത് റോഡ് വഴിയുള്ള കണക്ടിവിറ്റി ഈ കരാറിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് പൂർത്തീകരിക്കുമ്പോൾ 25% കാർഗോ റോഡും റെയിലും വഴി പോകണം. ദാറ്റ് മീൻസ് ഇപ്പോൾ 6 ലക്ഷം കണ്ടെയ്നർ വന്നു, 1,25,000 റോഡിലൂടെ പോകണം. അപ്പോൾ എത്ര വെയർഹൗസ് വരുമായിരുന്നു, ഹോട്ടലുകൾ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്പനികൾ, ഇങ്ങനെയൊക്കെ എന്തെല്ലാം ഉണ്ടാകുമായിരുന്നു. ഇത് 2021 6 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട റെയിൽ കണക്ടിവിറ്റി 9 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടില്ല. അവിടെയാണ് 2 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട റോഡ് 9 കൊല്ലമായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോഴൊരു ഇടവഴി കൂടെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഈ റോഡ് ഈ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിലൂടെ ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം പോകുന്ന സർവീസ് റോഡിലൂടെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എത്ര ദൗർഭാഗ്യകരമാണ്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവിനെ വന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് കേരളത്തിലെ പ്രമുഖമായ പത്രത്തിൽ ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവന്റെ കൊട്ടേഷനോടുകൂടി വാർത്ത വന്നു. അത് അദ്ദേഹം നിഷേധിച്ചിട്ടേ ഇല്ല. വിളിക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസം വലിയ വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ ഒരു കുറിപ്പ് കൊടുത്ത് ഇവിടെയാണ് ഇതാ വരണമെന്ന്. പക്ഷെ ഞങ്ങളെപ്പോലും ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള ആള് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനൊന്നും ഫോണിൽ വിളിക്കാത്തത്? പോട്ടെ, ഒന്ന് മുഖ്യമന്ത്രി, അതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം നേരിട്ട് കാണുന്ന അവസരമുണ്ടായി, അപ്പൊ പോലും അദ്ദേഹത്തെ വിളിക്കുന്നില്ല. അപ്പോ പേരിനെ വിളിച്ചു എന്ന് വരുത്തി തീർക്കുക, വരാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുക, ഈ ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്, അല്ലാതെ ഒരു തുറമുഖ ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയുകയാണ് ഇത് വാർഷികാഘോഷത്തിന്റെ ഭാഗമാണ്, ഈ വാർഷികാഘോഷ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇതിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്ന് വളരെ വ്യക്തമായി പത്രത്തിൽ അദ്ദേഹത്തിന്റെ കൊട്ടേഷനാണ്. ആ ടെക്സ്റ്റ് ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് അതിൽ വരാൻ കഴിയുക? അങ്ങനെ വരാനുള്ള ഒരു അവസരം ഗവൺമെന്റാണ് ഒരുക്കേണ്ടിയിരുന്നത്. ഗവൺമെന്റ് അത് ഒരുക്കിയില്ല. ഓട്ടെ. പിന്നെ മറ്റൊന്ന്, ഇപ്പൊ ഇവർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ പ്രൈം മിനിസ്റ്റർ ഗസ്റ്റായിട്ട് വിളിച്ചു. രാജീവ് ചന്ദ്രശേഖരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ്, മുൻ കേന്ദ്രമന്ത്രി. ഇവിടെ മുൻ കേന്ദ്രമന്ത്രിമാർ ധാരാളം പേരുണ്ട്. അപ്പൊ മുൻ കേന്ദ്രമന്ത്രിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടെ പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിക്കും. അപ്പം മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വേറെ പ്രമുഖമായ പാർട്ടികളുണ്ട്, അവരിൽ 1-2 പേരെ കൂടെ ഞങ്ങൾക്ക് വിളിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ശ്രീ ഗോവിന്ദ മാഷ്ക്ക് ഈ ഗതികേട് ഉണ്ടാവുമായിരുന്നില്ല. താഴെ വന്നിരിക്കേണ്ടി വെച്ച രാജീവ് ചന്ദ്രശേഖർ മുകളിലും ഗോവിന്ദ മാഷ് താഴെയും ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ഒന്ന് പറയാമായിരുന്നു. ചിലപ്പോൾ അംഗീകരിക്കട്ടെ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കാതിരിക്കട്ടെ, പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് മറ്റ് 2-3 പാർട്ടികളുടെ, ഇപ്പൊ ബിനോയ് വിശ്വത്തെ വിളിക്കാം, KPCC പ്രസിഡന്റിനെ വിളിക്കാം, അല്ലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ വിളിക്കാം. അപ്പൊ ഇങ്ങനെയുള്ളവരെ കൂടെ ഞങ്ങൾ വിളിക്കുന്ന ഒരു ലിസ്റ്റ് കൊടുക്കാമായിരുന്നില്ലേ? അത് അംഗീകരിക്കാതിരുന്നാൽ കുഴപ്പമില്ല, പക്ഷെ ഒരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമായിരുന്നു. അത് ഉണ്ടായില്ല. അതാണ് ഞങ്ങൾ പറയുന്ന ഒരു പരാതി. അതുപോട്ടെ, ഈ സപ്ലിമെന്ററി കരാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട ശ്രീ A റഹീം പറയുന്നു. റഹീമെ, ഈ സപ്ലിമെന്ററി കരാർ ഉണ്ടാക്കുന്നത് നമ്മളൊരു ആർബിട്രേഷൻ കേസ്, അദാനി കമ്പനിക്ക് അനുകൂലമായ ആർബിട്രേഷൻ കേസ് പിൻവലിച്ചതുകൊണ്ടാണ്. തുറമുഖ നിർമ്മാണം വൈകുന്ന ഓരോ ദിവസവും അടയ്ക്കേണ്ടുന്ന കോടിക്കണക്കിന് രൂപ വകവെച്ച് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. പിന്നെ സമയത്തിന് മുമ്പ്
ഈ 2-3 ഘട്ടം പൂർത്തീകരിക്കുന്നതിൽ അത് നമ്മുടെ ഒരു പങ്കുമില്ല. നമുക്കൊരു മോണിറ്ററിംഗ് മാത്രമേ ഉള്ളൂ. അതിന്റെ മുഴുവൻ ഫണ്ടും അദാനിയാണ് നിർവഹിക്കുന്നത്. കരാറിൽ പറഞ്ഞിരിക്കുന്നത് 75% ബിസിനസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 2ാം ഘട്ടവും 3ാം ഘട്ടവും ആരംഭിക്കണമെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കരാറിൽ പറഞ്ഞതിനേക്കാൾ കുറച്ച് നേരത്തെ ഇത് അവര് ആരംഭിക്കുന്നു. കാരണം ഇത്രയും വലിയ ഒരു മൂവ്മെന്റ് നടന്നു എന്നുള്ളത്, ബിസിനസ് നടക്കുന്നു എന്നുള്ളത് ആ കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു അട്രാക്ഷനായി. വിൻസെന്റ് MLA വേദന തോന്നില്ല ഒരു കാര്യം പറയുന്നതിൽ. ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ, മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ലേ എന്ന് കരയരുത്. കാരണം പ്രതിപക്ഷ നേതാവിനെ വിളിക്കണമെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷമാണെന്നുള്ളത് നിങ്ങൾ പവർഫുൾ ആയിരിക്കണം. പ്രതിപക്ഷത്തെ വിളിക്കണമെന്നുള്ള തോന്നൽ പോലും ഭരണപക്ഷത്തിനില്ല. കഴിഞ്ഞ 5 വർഷം പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ ആലോചിക്കണമായിരുന്നു. പ്രതിപക്ഷം എന്നുള്ള പരിഗണന നിങ്ങൾക്ക് നഷ്ടപ്പെടുകയായിരുന്നു എന്ന്. കരഞ്ഞിട്ട് കാര്യമില്ല. വിൻസെന്റ് MLA കരഞ്ഞിട്ട് കാര്യമില്ല. 44 MLA-മാരുണ്ടായിരുന്നില്ലേ? അല്ല, നിങ്ങൾക്ക് നേടിയെടുക്കണമായിരുന്നു. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ ബഹളം കാണിച്ചോ കസേര മറിച്ചോ ഉള്ളതല്ല. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗവും നിലപാടും ഭരണകക്ഷി അലോസരപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മളെ ക്രൈം വന്നപ്പോൾ കണ്ടു. അതുകൊണ്ട് തന്നെ അവർ രണ്ടാമത്തെ ട്രയൽ റണ്ണിന് വിളിക്കാത്ത അതുകൊണ്ടാണ്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. റഹീം ഇവിടെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് റോഡ് റെയിൽ കണക്ടിവിറ്റി, അത് എൻഷുർ ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന കാര്യം. രണ്ടാമത്തേത്, പണി പൂർത്തിയാക്കാൻ കരാറിൽ സമയനിബന്ധന ഉണ്ടായിരുന്നു, അത് പാലിക്കാൻ അദാനി പോർട്സിന് കഴിഞ്ഞില്ല. അത് ആർബിട്രേഷനിലേക്ക് പോകാമായിരുന്നു, പക്ഷേ പദ്ധതി സ്വാഭാവികമായും തടസ്സപ്പെടും എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സപ്ലിമെന്ററി കരാർ വലിയ അച്ചീവ്മെന്റ് ആണ് എന്ന് പറയുമ്പോൾ കരാറിലുള്ള കമ്മിറ്റ്മെന്റ് പാലിക്കാത്ത കമ്പനി എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ശരിയായി കോൺഗ്രസ്? ഇല്ല, ഇപ്പോൾ ഓരോ കാര്യങ്ങളും അവർക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇപ്പോൾ റോഡ് കണക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ, അത് സൂക്ഷിച്ച് വെച്ചിരിക്കണം ഈ ക്ലിപ്പിങ്. നാളെ അതിനി ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഫ്ലാഗ് ഓഫ് നടക്കുന്ന സമയത്ത്, ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇതിത്ര വലിയ കൊട്ടിക്കോഷിക്കേണ്ട കാര്യമില്ല എന്ന് അന്ന് പറയരുത്. അങ്ങ് ഉമ്മൻചാണ്ടിയുടെ കാലത്തുൾപ്പെടെ ആജീവനാന്ത കാലം ഇവിടെ മുടങ്ങിക്കിടന്ന NHA അവസാനിപ്പിച്ചു പോയ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബൈപ്പാസ് പൂർത്തീകരിക്കാൻ, ദേശീയപാത, ഗെയില്, നമ്മുടെ ഇടമൺ കൊച്ചി പവർ പ്രോജക്റ്റ്, ഇവിടെ മലയോര ഹൈവേ, ഇതെല്ലാം പൂർത്തീകരിക്കാൻ സന്നദ്ധമായൊരു ഗവൺമെൻറ്റിന് ഇതും അനായാസം കഴിയും. എന്താണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട തർക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് NHAയുടെ ചില നയങ്ങളെല്ലാം കാരണം ചില കാര്യങ്ങളിൽ നിന്നു പോകുന്നതാണ്. അല്ലാതെ ഒരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രി നിരന്തരമായി നോക്കുന്നു. വളരെ വേഗതയിൽ തന്നെ അതിൻ്റെ പുരോഗതിയും പൂർത്തീകരണം ഉണ്ടാകും. പൂർത്തീകരണം ഉണ്ടാകുമ്പോഴും ഇത് വലിയ കാര്യം തന്നെയാണെന്ന് ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തെടുത്ത് വെച്ച് അന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അന്നത് പൂർത്തിയാക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ചെയ്തത് വലിയ കാര്യമൊന്നുമല്ല എന്ന് അന്ന് പറയരുത്. ഇത്രയും അത് സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ ശ്രീ പ്രതിപക്ഷത്തിനെ വിളിച്ചില്ല, വന്നില്ല. നിങ്ങൾ നോക്കൂ, എന്നെ കല്യാണം വിളിച്ചില്ല, എന്നെ വെയിറ്റ് ചെയ്യൂ, എന്നെ കല്യാണം വിളിച്ചില്ല, എന്നെ കണ്ടിട്ടും കല്യാണം പറഞ്ഞില്ല, ഇല്ലെങ്കിൽ കല്യാണം എനിക്ക് വാട്സപ്പിലാണ് അയച്ചത്. ഇങ്ങനെയൊക്കെയാണോ ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാര്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് നിലപാടെടുക്കേണ്ടത്? അദ്ദേഹം പ്രതിപക്ഷമായില്ല എന്നാണ് ശ്രീ VV രാജേഷ് പറഞ്ഞത്. രാജേഷേ, അദ്ദേഹം എപ്പോഴും പ്രതിപക്ഷമാണ്. അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ശ്രീ എവിടെയാ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ CIAന്റെ റിപ്പോർട്ട് വന്നപ്പോഴും ഇതേ VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ റോളാണ് എടുത്തത്. ഞങ്ങൾ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിന്റെ റോൾ എടുക്കുന്നില്ല എന്ന് പറയരുത്. അല്ല, വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയട്ടെ, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. എല്ലാ കാലവും പ്രതിപക്ഷം എന്നുള്ളതിന്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ കളഞ്ഞു.
പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിന്റെ മഹനീയതയും മഹത്വവും പിണറായി വിജയനെ സഹായിക്കാൻ തുടങ്ങിയത് റഹീം ഒരു പാർലമെന്റ് അംഗമാണ്. ഒരു പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം കല്യാണം വിളിച്ചില്ല. നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് വിളിക്കേണ്ടതില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണ് ഞാൻ പറഞ്ഞത്. VN വാസവൻ ക്ഷണിക്കേണ്ടതില്ല തീരുമാനിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള മറുപടിയാണ് റഹീം പറയേണ്ടത്. റഹീം പറയേണ്ടത് അതിലൂടെ കേരളത്തിന്റെ ആരും ഒന്നും കേൾക്കില്ലല്ലോ. ശ്രീ വിൻസെന്റ്, അവസാനമായിട്ട് താങ്കൾക്ക് ഒരു വാചകം പറയാനുണ്ടെങ്കിൽ, ഇപ്പോൾ VD സതീശനാണ് വിമർശിക്കപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ഓടി ഒന്ന് അപ്പിയോ. ശ്രീ A റഹീം പറയേണ്ടത്, അല്ലാതെ കല്യാണത്തിന് വിളിച്ചില്ല. ഇതൊക്കെ പരിഹാസം പറയേണ്ട കാര്യങ്ങളാണ്. പരിഹസിച്ച് പറയേണ്ട വാക്കുകളാണ്. നിങ്ങൾക്ക് പറയാം, പക്ഷേ ഗവൺമെന്റ് വിളിച്ചിട്ടില്ല, വിളിക്കാൻ 3 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്. നമസ്കാരം.